ഹലോ, അനന്യാസ് ഫാമിലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നാട്ടിലെ കല്യാണ വിശേഷങ്ങളാണ് കേട്ടോ. ഞങ്ങളെ പാറുക്കുട്ടീൻ്റെ കല്യാണ വിശേഷങ്ങളായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഇതാ സേവ് ദ ഡേറ്റിന് നല്ല അടിപൊളി ഫോട്ടോസും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട്. ഇതൊക്കെ കാണുമ്പോൾ വിചാരിക്കും, അയ്യോ നമ്മൾ ആ സമയത്തൊന്നും ഇങ്ങനെയൊന്നും ഉണ്ടായില്ലല്ലോ എന്ന് ഞാനിങ്ങനെ ഏട്ടനോട് ഇടയ്ക്ക് പറയാറുണ്ട് കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ കാണുമ്പോൾ ഇതിൻ്റെ മുന്നേ പല വിധ ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഇതൊക്കെ ഒരു മെമ്മറീസ് ആണല്ലോ നമ്മൾക്ക്. അപ്പോൾ അതൊക്കെ ഇതാ നല്ല അടിപൊളിയായിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനത് ഇതിലേക്കൂടെ ഇട്ട് കൊടുത്തതാണ് കേട്ടോ. അപ്പോൾ ഇതാ എൻ്റെ മാമൻ്റെ നാടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു പാടം, വയലും, എന്താ പറയുക, കുളം, തോട് അങ്ങനെയൊക്കെ ഉള്ളൊരു സ്ഥലം കേട്ടോ. പക്ഷെ നല്ല ഞങ്ങൾ ഇപ്പോഴാണ് എൻ്റെ കാരണവർ വരുന്നത്. ഇവിടെ അങ്ങനെ ഇരുട്ടാണ്. ഇതിൻ്റെ ബിന്ദേച്ചി, ഇത് വേറെ ചേച്ചി, പേരറിയില്ല. ഇത് താത്ത. നന്നായിട്ട് വെളുത്തുണ്ട് കാണിക്കും. ഇപ്പം നമ്മുടെ കല്യാണ തലേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സവോള ഉള്ളി പൊളിക്കൽ, പിന്നെ എന്തൊക്കെയാണ് പറയുക, ഇഞ്ചി നന്നാക്കൽ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ നമ്മളെ വീട്ടിൽ വലിയ പ്രത്യേകിച്ച് പരിപാടികളൊന്നും ഉണ്ടായില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ഉള്ളി സാധനങ്ങളെല്ലാം പൊളിക്കലെല്ലാം കൂടെ ആയിട്ട് നമ്മളതെല്ലാം പൊളിച്ച് പിന്നെ ഉച്ചയ്ക്ക് നല്ല ചോറായിരുന്നു കേട്ടോ. നല്ല വിശന്ന് ഇരിക്കുകയായിരുന്നു ഞാൻ. പിന്നെ എനിക്ക് എൻ്റെ കൺട്രോൾ പോകും കേട്ടോ. അപ്പോൾ ഞാൻ വേഗം എനിക്ക് എന്താ പറയുക, ഭക്ഷണം കഴിക്കാഞ്ഞിട്ട് വിറക്കുക എനിക്ക്. അപ്പോൾ ഞാൻ പറഞ്ഞു, യോക്ക് വേഗം ഫുഡ് വേണമെന്നാണ് ഞാൻ വേഗം പരിവാരി കഴിക്കുക കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞങ്ങൾ ചേച്ചിമാരൊക്കെ എല്ലാവരും കൂടെ ഒന്ന് പുറത്തേക്ക് കറങ്ങാൻ പോയിട്ടോ. അപ്പോൾ കുറേ കാലത്തിന് ശേഷമാണ് എല്ലാവരുമായിട്ടൊക്കെ ഒന്നിങ്ങനെ പുറത്തൊക്കെ പോകുന്നത് കേട്ടോ. അപ്പോൾ അതെല്ലാം കഴിഞ്ഞപ്പോൾ വീട്ടിൽ ചെറിയൊരു മഞ്ഞൾ കല്യാണം എന്നൊക്കെ പറയില്ലേ, അങ്ങനെ ഒരു മെഹന്തിയല്ല, മഞ്ഞൾ കല്യാണം നടന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം വീട്ടിൽ വെച്ച് പ്രത്യേകിച്ച് പരിപാടികളൊന്നും ഇല്ല എന്ന് പറഞ്ഞെങ്കിലും അവളുടെ കുറച്ച് ഫ്രണ്ട്സും പിന്നെ നമ്മളുടെ വീട്ടിൽ വേണ്ടപ്പെട്ട കുറച്ച് ഫാമിലീസും മാത്രമേ ഉണ്ടായുള്ളൂ കേട്ടോ. ബാക്കിയെല്ലാം പിറ്റേന്ന് നമ്മുടെ കല്യാണം ഹാളിൽ വെച്ചിട്ടാട്ടോ. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഴ, നല്ല അടിപൊളി മഴയായിരുന്നു കേട്ടോ കുറച്ച് മുന്നേ ഉണ്ടായിരുന്നത്. പിന്നെ അതാ അവളുടെ ഫോട്ടോഷൂട്ട് കാര്യങ്ങളൊക്കെ കേട്ടോ. അപ്പോൾ നമ്മളുടെ വേണ്ടപ്പെട്ട ഫാമിലീസ് എല്ലാവരും കൂടെ ഇരുന്നിട്ട് പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും വർത്താനം പറയലും, ഫോട്ടോസ് എടുക്കലും, വീഡിയോസ് എടുക്കലും. പിന്നെ അറിയാലോ, ഫോട്ടോ എടുക്കാൻ കിട്ടിയ അവസരം നമ്മളൊന്നും മിസ്സാക്കൂല കേട്ടോ. അപ്പോൾ അതെല്ലാം കൂടെ അതാ ഏട്ടന്മാരും എല്ലാവരും ഉണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോഗ്രാഫേഴ്സ് ഓരോന്ന് പറയും, നിങ്ങൾ സംസാരിക്കുക, അങ്ങനെ ചെയ്യും, ഇങ്ങനെ ചെയ്യുന്നതിന് അതിന് ഏട്ടന് നാണം വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഏട്ടൻ പറഞ്ഞിട്ട് വേഗം എടുത്ത് കഴിഞ്ഞാൽ ഏട്ടന് പോവാലോ എന്നും പറഞ്ഞിട്ട് നിൽക്കുകയാണേ. അപ്പോൾ ഇതാ അവളുടെ ഫോട്ടോഷൂട്ട് കാര്യങ്ങളെല്ലാം നടക്കുന്നത് കേട്ടോ. നല്ല സുന്ദരി കുട്ടിയായിട്ടാണ് കേട്ടോ ഉള്ളത്. നല്ല ഭംഗിയുണ്ട് കാണാൻ. ആ കോസ്റ്റ്യൂമെല്ലാം നല്ല അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. അത് പിന്നെ എന്ന് പറഞ്ഞാൽ ബാക്ക്ഗ്രൗണ്ട് നല്ല അടിപൊളിയായിരുന്നു. അപ്പോൾ അത് മാമൻ ഒരു കലാകാരൻ കൂടി ആയതുകൊണ്ട് അവിടെ എല്ലാം അങ്ങനെ വരച്ചതും ഒക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ കുറച്ച് പേര് നമ്മുടെ ഫാമിലീസൊക്കെ അത് അവിടെ, പിന്നെ അവളുടെ ഫ്രണ്ട്സ് കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഫോട്ടോയും കാര്യങ്ങളൊക്കെ ആയിരുന്നേ. പിന്നെ ഞാനും കുറേ ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം പിന്നെ അതാ നമ്മുടെ പിന്നെ മഞ്ഞൾ കല്യാണത്തിന് ഫുൾ മഞ്ഞ ഇതാണല്ലോ. എനിക്ക് കൂടുതലൊന്നും അതിനെപ്പറ്റി അറിയില്ല. നമ്മൾ നോർത്ത് ഇന്ത്യൻസാണ് കൂടുതലായിട്ടും നമ്മൾ ആഘോഷിക്കുന്നത് കണ്ടത് കേട്ടോ. അപ്പോൾ നാട്ടിലൊക്കെ എല്ലാവിധ കല്യാണങ്ങളുടെ ഓരോരോ പേരിൽ ഓരോ കല്യാണങ്ങളല്ലേ ഇപ്പോൾ. അപ്പോൾ ഇതാ സ്വീറ്റ്സ് കാര്യങ്ങളെല്ലാം കൊണ്ടുവച്ചിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഡെക്കറേഷൻ ചെയ്യലും ഒക്കെ ആയിരുന്നു കേട്ടോ ഞങ്ങളുടെ ഡ്യൂട്ടി ഉണ്ടായിരുന്നത്. അപ്പോൾ നമുക്കതൊന്നും വീഡിയോ എടുക്കാൻ ഞാൻ തന്നെയല്ലേ വീഡിയോ എടുക്കുന്നത്, വേറെ ആളെ കൊണ്ട് എടുപ്പിച്ചിട്ടും ഉണ്ടായില്ല കേട്ടോ ഞാൻ. അങ്ങനെ അതെല്ലാം സെറ്റാക്കി അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും അവിടെ ഫുഡ് കഴിക്കാറായി കേട്ടോ. അപ്പോഴേക്കും നമ്മൾ ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് വന്നേ. അപ്പോഴേക്ക് ചോറ് മുന്നിൽ കൊണ്ടുവച്ചിട്ടുണ്ട് കേട്ടോ. ഞാനത് എല്ലാവരും ഫാമിലിയൊക്കെ എല്ലാവരും കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമല്ലേ. അപ്പോൾ എന്തൊക്കെയാണ് എല്ലാവരും ഏട്ടന്മാരും അനിയത്തിമാരും ചേച്ചിമാരും എന്ന് പറയുമ്പോൾ വല്യമ്മമാരെല്ലാവരും കാണുന്ന നമ്മളൊരു ഫാമിലിയിലൊരു പരിപാടിയാകുമ്പോൾ അതൊരു പ്രത്യേക ഒരു എന്താ പറയുക, മനസ്സിന് തന്നെ ഒരു സന്തോഷമാണല്ലോ. അപ്പോൾ ഈ ഏട്ടനെ എന്താ കാണിക്കേണ്ടതെന്ന് അറിയില്ല. ഏട്ടനാണെങ്കിൽ ഭയങ്കര സ്വീറ്റ്സിൻ്റെ ലവറാട്ടോ. മിഠായിസ്, ലഡു, ജിലേബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ വലിയ ഏട്ടന് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഏട്ടന് ആ ലഡു കൊടുക്കുന്നതിനിടയിൽ നമ്മളെല്ലാവരും കളിയാക്കിയിട്ട് ഏട്ടാ ഇതൊന്നും എടുത്ത് കഴിക്കേണ്ട കേട്ടോ എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതാണ് ആ ചിരിച്ച് എല്ലാവരും കൂടെ ഏട്ടനങ്ങനെ എന്താ പറയുക കളിയാക്കുന്ന ഇതാട്ടോ അത്. പിന്നെ അതെല്ലാം ചെയ്ത് എല്ലാം കഴിഞ്ഞ് നമ്മൾ പിന്നെ അവിടെ ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കേട്ടോ.
അപ്പം നല്ലൊരു പ്രത്യേക ഒരു വൈബ് തന്നെയായിരുന്നു കേട്ടോ വൈകുന്നേരം. പിന്നെ അതിന് ശേഷം ഗാനമേളയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നേ. അപ്പോൾ എനിക്ക് പിന്നെ എന്താ പറയുക, കുറച്ചൊക്കെ ഞാനിങ്ങനെ എടുത്തിട്ടുണ്ടായിരുന്നേ. കാരണം ഞങ്ങൾക്ക് എടുക്കാൻ അങ്ങോട്ട് പറ്റി. ഞാനിരുന്ന ഭാഗത്ത് ഭയങ്കര സ്പീക്കറും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് എനിക്കത് എടുക്കാൻ പറ്റിയില്ല കേട്ടോ. അതുകൊണ്ട് ഞാൻ പിന്നെ അത് എടുക്കാനും പോയിണ്ടായില്ല. പിന്നെ പിറ്റേന്ന് രാവിലെ അത് അവൾ ഫുള്ള് റെഡിയായിട്ട് ആ വയലിലൊക്കെ പോയിട്ട് കേട്ടോ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കുന്നത്, വീഡിയോസൊക്കെ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ഫോട്ടോസൊക്കെ ആ ഒരു ഗ്രീനറീൻ്റെ ഇടയിൽ കിട്ടുക എന്ന് പറയുമ്പോൾ ഭയങ്കര ഭംഗിയാണേ. അങ്ങനെ നമ്മൾ രാവിലെ ദക്ഷിണ കൊടുക്കൽ കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞപ്പം പിന്നെ അവർ ഇങ്ങനെ ഡ്രസ്സ് റെഡിയാക്കൽ, അവളെ ഫ്രണ്ട്സ് എല്ലാം വന്നപ്പം ഇങ്ങനെ ഡ്രസ്സൊക്കെ ശരിയാക്കി കൊടുത്ത് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞപ്പോൾ ഓരോരുത്തരായിട്ട് മിക്ക പേരും ഹാളിലേക്ക് കേട്ടോ എത്തുക. നമ്മൾ വീട്ടിലുള്ള കുറച്ച് മെമ്പേഴ്സ് മാത്രമേ ഉണ്ടായുള്ളൂ. ബാക്കി എല്ലാവരും ഹാളിലേക്ക്. കാരണം ഈ മഴയൊക്കെ ആയതുകൊണ്ട് നമ്മൾ വീട്ടിൽ പ്രത്യേകിച്ച് ഒരു പരിപാടി നടത്തിയില്ല കേട്ടോ. നമ്മൾ വീട്ടുകാർ മാത്രമായിട്ടുള്ളൊരു പരിപാടിയായിരുന്നു. അപ്പോൾ ഇതാ എല്ലാവരും ഹാളിലേക്ക് പോകാൻ വേണ്ടിയിട്ട് റെഡി ആവുകയാണേ. അങ്ങനെ നമ്മളതെല്ലാം കഴിഞ്ഞിട്ട് അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കലും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതൊക്കെ കഴിഞ്ഞ് നമ്മളിതാ ഹാളിലേക്ക് എത്തിയിട്ടോ. അപ്പോൾ ഓരോരുത്തർ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുള്ളൂ. അപ്പോൾ നമ്മൾ ഫാമിലീസ് എല്ലാം നേരത്തെ എത്തണമല്ലോ. അപ്പോൾ ഞങ്ങളൊക്കെ വേഗം അവിടുന്ന് പോന്നു കേട്ടോ. അപ്പോൾ ഇതാ ഹാളൊക്കെ നല്ല അടിപൊളിയായിട്ട് ഡെക്കറേഷനൊക്കെ ചെയ്തിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ എൻ്റെ ഫോണിൽ എത്രത്തോളം ക്ലിയർ ഉണ്ടെന്ന് എനിക്ക് അറിഞ്ഞൂടാ. എന്നാലും എനിക്ക് പറ്റുന്ന പോലെയൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു ഒക്കെ കാണാൻ വേണ്ടിയിട്ട്. അപ്പോഴേക്കും ഇതാ ഞങ്ങൾ വല്യമ്മമാരും ചേച്ചിമാരും ഒക്കെ എല്ലാവരും എത്തി. ഞങ്ങളവിടെ ഇരുന്നു കേട്ടോ. അപ്പോഴേക്കും ആൾക്കാരൊക്കെ വരുന്നുള്ളൂ. അപ്പോൾ ഞങ്ങളുടെ എന്താ പറയുക, കുഞ്ഞി ഭാവയാണ് കേട്ടോ അത്, നമ്മളെ ഫാമിലിയിലുള്ള. അപ്പോൾ അവളിതാ ഫുള്ള് പിന്നെ സെറ്റപ്പ് ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട്, അപ്പം മുല്ലപ്പൂ വെച്ച രീതിയൊക്കെ ഞങ്ങളതിനെ ഇങ്ങനെ പറയായിരുന്നു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നേ. അപ്പോൾ അങ്ങനെ ഇതാ പിന്നെ എല്ലാവർക്കും വന്നവർക്കൊക്കെ വെൽക്കം ഡ്രിങ്ക്സൊക്കെ കൊടുത്ത് അപ്പോൾ ഇതാ ചെക്കൻ ഇങ്ങനെ വരുന്നു കേട്ടോ. അപ്പോൾ ഏകദേശം ചെക്കനൊക്കെ വരുന്ന സമയം അപ്പോഴേക്കും ആൾക്കാരൊക്കെ എത്തിയിട്ടോ. അപ്പോഴേക്കും നല്ല തിരക്കൊക്കെ ആയേ. അപ്പോൾ നമ്മൾ ചെക്കനെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പോവുമല്ലോ. അപ്പോൾ ഇതാ മാമിയും എല്ലാവരും ഇങ്ങനെ ചെക്കനെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ഇതാ, പക്ഷേ നമുക്ക് വീഡിയോസ് ഞാൻ അതിൻ്റെ ഉള്ളിൽ കൂടെ എങ്ങനെയൊക്കെയോ എടുത്തതാട്ടോ. കാരണം വീഡിയോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നേ. എന്താ പറയുക, ഈ വീഡിയോഗ്രാഫേഴ്സൊക്കെ ഉണ്ടാവുമല്ലോ മുന്നിൽ. അപ്പോൾ നമുക്ക് ഒരു പരിധി ഉണ്ടല്ലോ. ഞാൻ പിന്നെ അങ്ങനെ എല്ലാത്തിലൊന്നും കയറിയിട്ട് എടുക്കാൻ എനിക്കൊരു മടിയാട്ടോ. എന്നാലും എനിക്ക് പറ്റുന്ന പോലെയൊക്കെ ഞാൻ ഇങ്ങനെ എടുത്തിട്ടുണ്ട് കേട്ടോ. അതാ അപ്പോൾ ചെക്കൻ വന്ന്, അപ്പോൾ മുഹൂർത്തമൊക്കെ ഏകദേശം ആവാനായി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ചെക്കനെ സ്റ്റേജിലേക്ക് ആനയിക്കുകയാണേ. അപ്പോൾ ഇതാ അവരുടെ ഫാമിലിയും ഒക്കെ എല്ലാവരും എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഓൾറെഡി നമ്മുടെ കല്യാണപ്പെണ്ണ് അവിടെ സെറ്റായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇനി പിന്നെ ചെക്കനെ സ്റ്റേജിലേക്ക് കയറ്റി കഴിഞ്ഞാൽ പിന്നെ അടുത്തത് നമ്മൾ പെണ്ണിനെ കൊണ്ടുവരണമല്ലോ. അങ്ങനെ ഇതാ നമ്മളുടെ കല്യാണപ്പെണ്ണ് വരുന്നു കേട്ടോ. അപ്പോൾ ഒക്കെ നല്ല അടിപൊളി പാട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷെ അതൊന്നും നമുക്ക് ഇടാൻ പറ്റില്ലല്ലോ. അപ്പോൾ അത് അവൾ ഇങ്ങനെ സ്റ്റേജിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണേ. അങ്ങനെ ഇതാ സ്റ്റേജിലേക്ക് കയറി, സാരി കൊടുത്തിട്ട് ഇങ്ങനെ കയറുന്ന വലിയൊരു ബുദ്ധിമുട്ട് തന്നെയല്ലേ. കാണുമ്പോൾ ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിട്ടാട്ടോ നമുക്ക് ദൂരെ നിന്ന് തോന്നും. അത് സാരി കൊടുത്താൽ നല്ല എക്സ്പേർട്ടുള്ളവർക്ക് കുഴപ്പമില്ല. അപ്പോൾ അത് അവളിങ്ങനെ സ്റ്റേജിലേക്ക് കയറി. പിന്നെ താലി കെട്ടുന്ന വീഡിയോ ഒന്നും എനിക്ക് അങ്ങനെ കറക്റ്റായി കിട്ടിയില്ല കേട്ടോ. കാരണം ഞങ്ങൾ മുന്നിലിരുന്ന്, പിന്നെ നമ്മൾ ഫാമിലി വേഗം പോയിട്ടിരിക്കുന്നത് ഒരു സുഖമല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പിന്നെ എല്ലാവരോടായിട്ട് നമ്മളെ എന്താ പറയുക, റിലേറ്റീവ്സ് എല്ലാവരോടും സംസാരിച്ച് അങ്ങനെ നമ്മൾ ഇരുന്ന സ്ഥലമൊക്കെ പോയി കേട്ടോ. പിന്നെ ഞാനും ചേച്ചിയും കൂടെ പിന്നെ ബാക്കിലായിപ്പോയേ. അപ്പോൾ പിന്നെ ഞാൻ അവിടുന്ന് കേട്ടോ അങ്ങനെ വീഡിയോസൊക്കെ എടുത്തത്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അത്ര ക്ലിയർ ആയിട്ടൊന്നും കിട്ടിയിട്ടുണ്ടായില്ലേ. എന്നാലും ഞാനൊക്കെ കുറേശ്ശൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഇതാ താലികെട്ടൊക്കെ അവിടെ കഴിയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് സൂം ചെയ്തൊക്കെ ഇങ്ങനെ എടുത്തതാണ്. അപ്പോൾ എത്രത്തോളം അതൊക്കെ ക്ലിയറായി കാണാൻ പറ്റുന്നൊന്നും അറിയുന്നില്ല കേട്ടോ. എങ്കിൽ കൂടി ഞാനതൊക്കെ ഇതാ താലികെട്ട് കാര്യങ്ങളൊക്കെ എടുത്തേ. അപ്പോൾ അതെല്ലാം കഴിഞ്ഞു. പിന്നെ താലികെട്ടെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കുറേ ഫോട്ടോസും കാര്യങ്ങളും ഒക്കെയാണല്ലോ. പിന്നെ ഞാനെപ്പോൾ ഫോട്ടോ എടുക്കാൻ പോകുമ്പോഴായാലും
ഞാൻ എൻ്റെ നാട്ടിൽ കല്യാണങ്ങൾക്ക് പോകുമ്പോൾ ഞാൻ മാത്രമായിട്ടോ ഉണ്ടാവുക. അപ്പോൾ പിന്നെ ഫാമിലി എന്ന് പറയുന്ന ചേട്ടനും മക്കളൊക്കെ ആ സമയത്ത് ഉണ്ടാവില്ല, അവർക്ക് ക്ലാസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. നമുക്ക് അങ്ങനെ നാട്ടിൽ പോകാൻ പറ്റുമല്ലോ. അപ്പോൾ ഞാൻ മിക്കപ്പോഴും വേറെ വലിയ ഏട്ടൻ്റെ കൂടെയും അവരുടെ കൂടെയൊക്കെ ആയിട്ടോ ഞാൻ എൻ്റെ ഫോട്ടോസ് എടുക്കാറ്. അങ്ങനെ എൻ്റെ മാമൻ അവളെ കൈ പിടിച്ച് കൊടുക്കുന്ന ചടങ്ങാണ്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞു. ഇതെല്ലാം കഴിഞ്ഞ് പിന്നെ അപ്പോഴേക്ക് നമ്മൾ അറിയുന്ന ഒരുപാട് പേരുണ്ടാവുമല്ലോ, അവരോടൊക്കെ വിശേഷങ്ങൾ പറയുമ്പോഴത്തേക്ക് തന്നെ സമയം ഒരുപാടാവും. പിന്നെ അവർക്ക് 2 മണി 2:30 ആകുമ്പോഴത്തേക്ക് അവർക്ക് അവിടെ നിന്ന് ഇറങ്ങും വേണം കേട്ടോ. അപ്പം അതെല്ലാം കഴിഞ്ഞപ്പം പിന്നെ നമ്മൾ ഫോട്ടോസൊക്കെ എടുത്തിട്ട് നമ്മൾ പിന്നെ സദ്യ കഴിക്കാൻ വേണ്ടിയിട്ട് പോയിട്ടോ. നമ്മളുടെ പരിചയപ്പെടാൻ വേണ്ടിയിട്ടും നമ്മളെ പരിചയമുള്ള ആൾക്കാരും ഒക്കെ അതിൻ്റെ ഇടയ്ക്ക് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ അതിൽ കുറേ ആൾക്കാർ പിന്നെ ഫുഡിൻ്റെ സമയമായി കഴിഞ്ഞാൽ പിന്നെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോകുമല്ലോ. അങ്ങനെ കുറേ പേര് ഫുഡ് കഴിക്കാൻ വേണ്ടി പോയി. പിന്നെ കുറേ പേര് യാത്ര പറയാൻ വേണ്ടിയിട്ട് വന്നു. അങ്ങനെ എല്ലാം കഴിഞ്ഞിട്ടാണ് നമ്മൾ പിന്നെ നേരത്തെ പോയി ഭക്ഷണം കഴിക്കാൻ പറ്റൂലല്ലോ. അപ്പോൾ നല്ല അടിപൊളി സാമ്പാറും അവിയലും ഒന്നും പറയാനില്ല കേട്ടോ, അടിപൊളിയായിരുന്നു. പിന്നെ നമ്മളെ വീട്ടിലെ കല്യാണം കൂടിയല്ലേ. അപ്പോൾ സാമ്പാറും അവിയലൊക്കെ നന്നായിട്ട് അടിച്ച് പൊളിച്ച് മിന്നിച്ച് കഴിച്ചു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. സാമ്പാറും പായസമൊക്കെ അത് എടുത്ത് പറയാതിരിക്കാനേ പറ്റില്ല, നല്ല അടിപൊളിയായിരുന്നു. അങ്ങനെ പായസമൊക്കെ ഏട്ടനെ തന്നെ കേട്ടോ ഓരോന്ന് കൊണ്ടുവരുന്നത്. അപ്പോൾ ഏട്ടനോട് നമ്മൾ ഏട്ടാ അത് ഇനി വേണം എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോന്ന്, കുറേ കാലമായില്ലേ നാട്ടിലെ സദ്യ കഴിച്ചിട്ട്, അപ്പോൾ ഒരു ആക്രാന്തം കേട്ടോ. അങ്ങനെ പായസമൊക്കെ ഞാനൊക്കെ 2 ഗ്ലാസ്, ഞാൻ എൻ്റെ ചേച്ചിയൊക്കെ 2 ഗ്ലാസ് പോയി മേടിച്ച് കുടിച്ചിട്ടുണ്ട് കേട്ടോ. പക്ഷേ ഭയങ്കര ടേസ്റ്റ് ആയിരുന്നേ. അപ്പോൾ ലാസ്റ്റിൽ നമ്മൾ യാത്ര പറയാണ്. പക്ഷേ അവൾ നല്ല സന്തോഷത്തിലാട്ടോ പോണേ. ഞാനൊക്കെ കരഞ്ഞ് പിഴിഞ്ഞ് ഇട്ടൊക്കെ കേട്ടോ ഞാൻ ആ ഒരു സമയത്ത് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഞങ്ങൾ അനിയത്തിക്കുട്ടിയുടെ കല്യാണം കഴിഞ്ഞ്, അയ്യോ മാമൻ്റെ മോളെ കല്യാണം ഉണ്ടോ എന്നിങ്ങനെ പറഞ്ഞിട്ട് അങ്ങനെ ആ കല്യാണം കഴിഞ്ഞു കേട്ടോ. അപ്പോൾ അവൾ ഇപ്പോൾ തിരിച്ച് അങ്ങോട്ട് ഹസ്ബൻഡിൻ്റെ വീട്ടിലേക്ക് പോണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ അങ്ങോട്ടേക്ക് പോകുന്ന സൽക്കാരും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷേ എനിക്ക് തിരിച്ച് ഞാൻ പോരുന്നതുകൊണ്ട് ഞാൻ പിന്നെ അതൊന്നും എനിക്ക് പങ്കെടുക്കാൻ പറ്റിയില്ല കേട്ടോ. അങ്ങനെ അവൾ തിരിച്ച് പോയി കേട്ടോ.